ലോകത്തിന്ന് വരെ പറയപ്പെട്ടിട്ടുള്ള ആദ്യത്തെ ഇതിഹാസമാണ് ഗിൽഗിമേഷിൻ്റെത്. മെസപ്പൊട്ടോമിയയിലെ ഉറുക്ക് എന്ന് പറയുന്ന മഹാനഗരം ഭരിച്ചിരുന്ന ഭരണാധികാരിയായിരുന്നു ഗിൽഗിമേഷ്. അദ്ദേഹം 2/3 ഭാഗം ദൈവവും 1/3 ഭാഗം മനുഷ്യനുമായിട്ടുള്ള ഒരു അസാധാരണ ജന്മമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. സ്വന്തം ശക്തി കൊണ്ട് എന്തിനേയും തോൽപ്പിക്കാൻ തക്കവിധം കരുത്തനായിരുന്ന ഒരു മഹാരാജാവായിരുന്നു ഗിൽഗിമേഷ്. തന്റെ നഗരത്തിൽ മനോഹരമായ കെട്ടിടങ്ങളും ഗോപുരങ്ങളും ക്ഷേത്രങ്ങളും ഒക്കെ നിർമ്മിച്ച് അദ്ദേഹം തന്റെ ജനങ്ങളെയും ചേർത്ത് യുദ്ധം ചെയ്ത് അയൽരാജ്യങ്ങളൊക്കെ കീഴടക്കി സ്വന്തം പ്രശസ്തി ഇങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഒരു പരിധിക്കപ്പുറം കഴിഞ്ഞപ്പോൾ സ്വന്തം ശക്തിയാൽ കീഴടക്കാൻ ഇനി മറ്റൊന്നുമില്ല എന്ന് കരുതി അഹങ്കരിച്ച അദ്ദേഹത്തിന്റെ അഹങ്കാരത്തെ നേരിടുന്നതിന് വേണ്ടിയിട്ട് ദൈവങ്ങളെല്ലാം ചേർന്നിട്ട് മൃഗങ്ങൾ സംരക്ഷിച്ച് വളർത്തിയ ഒരു വന്യ മനുഷ്യനായ എൻഗുഡുവിനെ സൃഷ്ടിച്ചു. എൻഗുഡുവും ഗിൽഗിമേഷും തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടി എങ്കിലും ക്രമേണ ഇവർ രണ്ടുപേരും സൗഹൃദത്തിലാവുകയാണ് ഉണ്ടായത്. ഇവർ സുഹൃത്തുക്കളായതോടുകൂടി ഇവർ രണ്ടുപേരും ചേർന്ന് അപ്രാപ്യമായതിനെയൊക്കെ നേരിടാൻ ഇറങ്ങി പുറപ്പെട്ടു. ദേവദാരു വനത്തിലെ ഏറ്റവും വലിയ കാളക്കൂറ്റിനെ ഇവർ രണ്ടുപേരും ചേർന്ന് കൊലപ്പെടുത്തുകയും അതോടുകൂടി ദൈവങ്ങൾ ഇവർക്ക് രണ്ടുപേർക്കുമെതിരെ കോപാകുലരാവുകയും ചെയ്തു. മരണങ്ങളുടെ ദേവൻ വന്ന് എൻഗുഡുവിനെ പിടികൂടുകയും എൻഗുഡുവിന്റെ മരണമറിഞ്ഞ ഗിൽഗിമേഷ് മരണത്തെ തോൽപ്പിക്കാനുള്ള മാർഗം അന്വേഷിച്ച് പുറപ്പെട്ടു. തന്റെ കൊട്ടാരം വിട്ട് പർവ്വതങ്ങളും മരുഭൂമികളും സമുദ്രങ്ങളും തേടി അലഞ്ഞ അദ്ദേഹം ഒടുവിൽ ഒരു വലിയ വെള്ളപ്പൊക്കത്തെ അതിജീവിച്ച് അമർത്യനായി തീർന്ന ഒരു മനുഷ്യനെ കണ്ടെത്തി. ഈ മനുഷ്യൻ മരണമില്ലായ്മ എന്ന് പറയുന്നത് ദൈവങ്ങൾക്ക് മാത്രമുള്ളതാണെന്നും യൗവനം നിലനിർത്താൻ ഒരു സസ്യമുണ്ടെന്നും ഗിൽഗിമേഷിനോട് പറയുന്നു. ഈ സസ്യത്തെ തിരഞ്ഞുപോയ ഗിൽഗിമേഷ് സമുദ്രത്തിന്റെ അടിയിൽ നിന്ന് ഈ സസ്യം കണ്ടെത്തി തിരികെ വരുന്ന വഴിക്ക് ഒരു സർപ്പം ഇദ്ദേഹത്തിൽ നിന്ന് ഈ സസ്യത്തെ മോഷ്ടിക്കുന്നു. ഈ സർപ്പത്തിനെ ഇദ്ദേഹം പിടികൂടിയെങ്കിലും സർപ്പം തോലുരിഞ്ഞ് രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. അതുകൊണ്ടാണ് പാമ്പുകൾ ഇപ്പോഴും തോലുരിഞ്ഞ് കളയുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഒടുവിൽ നിരാശനായി ഇദ്ദേഹം തിരിച്ച് തന്റെ കൊട്ടാരത്തിലേക്ക് വന്ന് അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലെ മട്ടുപ്പാവിൽ കയറി ചുറ്റും നോക്കി. അപ്പോഴാണ് അദ്ദേഹം നിർമ്മിച്ചു വെച്ചിരിക്കുന്ന അതിമനോഹരമായ നിർമ്മിതികൾ കണ്ട് അദ്ദേഹത്തിന് സന്തോഷം തോന്നിയത്. അതോടുകൂടി അദ്ദേഹത്തിന് ഒരു തിരിച്ചറിവുണ്ടായി. താൻ മരണപ്പെട്ടു പോയാലും മെസപ്പൊട്ടോമിയയിലെ അദ്ദേഹം ഉണ്ടാക്കിയ ഉറുക്കെന്ന നഗരത്തിലെ മനോഹരമായ നിർമ്മിതികൾ കാരണം ലോകാവസാനം വരെ തന്റെ പേര് നിലനിൽക്കുമെന്ന് ഗിൽഗിമേഷ് മനസ്സിലാക്കി. ഇതാണ് ഗിൽഗിമേഷിന്റെ ഇതിഹാസം.